ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നുഖ്ബത്തുൽ ഫിക്ർ സബഖ് 58. വലൗ കാനത്തി തസ്കിയത്തു, റാവിയെ തസ്കിയത്ത് ചെയ്യുന്നത് ആയാലും ശരി, സ്വാദിറത്തൻ മിൻ മുസക്കിൻ വാഹിദിൻ, ഒരു മുസക്കിയിൽ നിന്ന് ഉണ്ടായതാണെങ്കിലും ശരി, അലൽ അസഹി, അസഹ് പ്രകാരം ഒരാളെ ആ റാവിയെ അദാലത്തും കാര്യങ്ങളൊക്കെ പറഞ്ഞുള്ളു എന്നാലും ശരി, പിന്നെ സ്വീകരിക്കപ്പെടുന്നതാണ്. ഖിലാഫൻ അലൽ അസഹി, അസഹ് പ്രകാരം ഒരു മുസക്കി മതി. എന്നാൽ ഖിലാഫൻ ലിമൻ ഷർത്താക്കിയവർക്ക് എതിരായിട്ട്. എന്താ ഷർത്താക്കിയത്? അന്നഹ തസ്കിയത്ത് ലാ തുഖ്ബലു, സ്വീകരിക്കപ്പെടുകയില്ല, ഇല്ലാ മിൻ ഇസ്നൈനി, രണ്ടാളിൽ നിന്നല്ലാതെ. രണ്ടാളുകൾ ഈ റാവിയെ തസ്കിയത്ത് ചെയ്യണമെന്നെങ്കിലേ സ്വീകരിക്കുള്ളൂ എന്ന് പറഞ്ഞവർ. അതെങ്ങനെ അവർ പറഞ്ഞത്? ഇൽഹാഖല്ലഹ, ഈ റാവിയെ തസ്കിയത്ത് ചെയ്യുന്നതിനെ ചേർത്തിട്ട്. എന്തിനോട് ചേർത്തു? ബി ഷഹാദത്തി, ഷഹാദത്തിലുള്ള തസ്കിയത്തിനോട് ചേർത്തു. പിന്നെ അസഹി, അസഹ് പ്രകാരം ആയില്ലൻ, വീണ്ടും ഇവിടെയും അസഹ് പ്രകാരം ഷഹാദത്തിന് എന്ത് വേണം? പിന്നെ രണ്ടാളുകൾ വേണം. റിവായത്തിന്റെ തസ്കിയത്തിൽ, റാവിയുടെ തസ്കിയത്തിൽ ഒരാൾ വേണമെന്ന്, അസഹ് പ്രകാരം വേണമെന്ന് പറഞ്ഞ പോലെ ഇവിടെയും അസഹ് പ്രകാരം എന്താണ്? ഷഹാദത്തിന് രണ്ടാൾ വേണം. അതിനോട് ഇൽഹാഖ് ചെയ്ത് ചേർത്തുകൊണ്ട് രണ്ടാളുകളിൽ നിന്നല്ലാതെ ആ തസ്കിയത്ത് സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞവർക്ക് എതിരായിട്ടാണ് മുസന്നിഫ് പറയുന്നത്. വൽ ഫർഖു ബൈനഹുമ, എന്നാൽ ഈ രണ്ട് മുസക്കിയുടെയും ഇടയിലുള്ള ഫർക്ക് എന്താ? റാവിയെ തസ്കിയത്താക്കുന്ന ആളും ഷാഹിദിനെ തസ്കിയത്താക്കുന്ന ആളുടെയും ഇടയിലുള്ള ഫർക്ക് അന്ന തസ്കിയത്ത, ഈ റാവിയെ തസ്കിയത്താക്കല്, ആ തസ്കിയത്ത് തതനസ്സലു മൻസിലത്തൽ ഹുക്മി, അത് ഹുക്മിന്റെ സ്ഥാനത്താണ് ഇറങ്ങുന്നത്. അപ്പോ പല യുസ്തർതു ബിഹിൽ അദദു, അതിന് അദദ് ഷർത്താക്കപ്പെടുകയില്ല. എന്നാൽ വശഹാദത്ത, ഷഹാദത്ത് എന്നത് തഖഉ മിന ഷാഹിദി, അത് ഷാഹിദിൽ നിന്ന് പിന്നെ ഹാക്കിമിന്റെ അടുക്കൽ വീട്ടുന്ന ഒരു കാര്യമാണ് ഷഹാദത്ത് എന്നുള്ളത്. പിന്നെ ഇന്ദൽ ഹാക്കിമി, ഹാക്കിമിന്റെ അടുക്കൽ വീട്ടുന്നതാണ്. അപ്പോ ഫഫ്തറക, ഈ റാവിയുടെ തസ്കിയത്തും ഷാഹിദിന്റെ തസ്കിയത്തും രണ്ടും തമ്മിൽ ഫർക്കായി. ഹാക്കിമിന്റെ അടുക്കൽ ഷാഹിദിൽ നിന്നുണ്ടാകുന്ന അതാണ് ഷഹാദത്ത്. അപ്പോൾ അതിലെന്ത് വേണം? ആ ഷഹാദത്ത് സ്വീകരിക്കണമെങ്കിൽ ആ ഷഹാദത്തിന്റെ തസ്കിയത്ത് രണ്ടാളുകൾ തസ്കിയത്ത് ചെയ്യണം എന്നാണ്. അവിടെ ഇമാമ് അവിടെ എഴുതി, പിന്നെ കാലൽ കമാൽ ബിൻ അബി ഷരീഫ് ഖൗലുഹു ഇൽഹാഖൻ ലഹാ ബി ഷഹാദത്തി ഐ ബി തസ്കിയത്തി ഷഹാദത്തി. അവിടെ ഷഹാദത്തിന് എന്നിടത്ത് അവിടെ ഒരു മുലാബിന് സങ്കല്പിച്ചു കൊടുത്തുകൊണ്ട് ഷഹാദത്തിന്റെ തസ്കിയത്തിനോട് ചേർത്തു എന്ന്. അപ്പോൾ ആ വാക്ക് ഈലാഹുൽ ഫർഖി ബൈനഹുമ, ഈ രണ്ട് ഷഹാദത്ത്, രണ്ട് പിന്നെ തസ്കിയത്തിന്റെ ഇടയിലുള്ള ഫർക്കിനെ വ്യക്തമാക്കാണ്. അന്ന തസ്കിയത്ത അതിൽ റിവായത്തി, റിവായത്തിന്റെ അതിലിനെ തസ്കിയത്താക്കല്, അത് ഹുക്കുമും മിനൽ മുസക്കി ബി അദാലത്തിഹി, ഈ മുസക്കിയിൽ നിന്ന് അയാളുടെ അദാലത്ത് കൊണ്ടുള്ള ഹുക്കുമാണ്. വൽ ഹുക്കുമു ലാ യുതബറു ഫീഹിൽ അദദു, ഹുക്മ ചെയ്യാൻ എന്ത് വേണ്ട? അദദിനെ പരിഗണിക്കപ്പെടുകയില്ല. എന്നാൽ അതുപോലെ തസ്കിയത്തെ ഷഹാദത്തി, ഷഹാദത്തിന്റെ തസ്കിയത്ത് ഷഹാദത്തുൻ തുഅദ്ദ ഇൻദൽ ഹാക്കിമി, ഹാക്കിമിന്റെ അടുക്കൽ വീട്ടപ്പെടുന്നതാണ്, വീട്ടപ്പെടുന്ന ഷഹാദത്താണ്. ഏത്? ഷഹാദത്തിന്റെ തസ്കിയത്ത് എന്ന് പറയുന്നത്. അപ്പോൾ യുതബറു ഫീഹ അൽ അദദു,
അവിടെ എന്ത് ചെയ്യും? അതതിനെ പരിഗണിക്കപ്പെടും. ഒരിഹാമിന ഷഹാദാത്തി, മറ്റ് ഷഹാദത്തുകൾക്ക് അതതിനെ പരിഗണിക്കുന്നത് പോലെ ഇവിടെ എന്ത് ചെയ്യും? ഈ ഷഹാദത്തിന്റെ തസ്കിയത്തിനും എന്ത് വേണം? അതത് വേണം. ഒന്നിലധികം ആളുകൾ പറയണം. ഇന്ദഹ എന്നിട്ട് ഉർസിമാവ് പറയുന്നു, ഫ അഷാറ ഇലാ തഖ്ദീരിൽ മുളാഫില്ലദി ഹുവ തസ്കിയത്തു ഫിൽ മൗദിഅൈനി. ഈ ഖൗലില് രണ്ട് സ്ഥലത്തും ഏത് ഇൽഹാഖൻ ലഹാ ബിശ്ശഹാദത്തി പിന്നെ എന്ന് പറഞ്ഞ ഖൗലില് പിന്നെ എന്ത് ചെയ്തു? രണ്ട് സ്ഥലത്തും മുളാഫിനെ തഖ്ദീർ ചെയ്യുന്നതിലേക്കാണ് ഈ ഖൗലി ഇഷാറത്താക്കിയത്. അതുപോലെ തന്നെ രണ്ട് സ്ഥലം എവിടൊക്കെയാണ്? ഇൽഹാഖൻ ലഹാ ബിശ്ശഹാദത്തി എന്ന ഖൗലും അതുപോലെ വശഹാദത്തു തഖവ മിന ഷാഹിദി എന്ന് പറഞ്ഞാൽ, അപ്പൊ അവിടെ സങ്കല്പിക്കൽ എങ്ങനെയാണ്? ഐ വ തസ്കിയത്തു ഷഹാദത്തി എന്ന്, ഷഹാദത്തിന്റെ തസ്കിയത്ത്. ഫൽ മുറാദ് ബി ഷാഹിദി, അപ്പൊ ഷഹാദത്തു തഖവ മിന ഷാഹിദി എന്ന് പറഞ്ഞിട്ട് ആ ഷാഹിദ് കൊണ്ട് ഉദ്ദേശം മുസക്കിയാണ്. അപ്പം മുസക്കിയിൽ നിന്ന് എന്താണ് പിന്നെ സംഭവിക്കുന്ന ഷഹാദത്തിന്റെ തസ്കിയത്താണ് എന്ന് പിന്നെ അർത്ഥമായി. അവിടെ മറ്റൊരു എഹ്തിമാലുണ്ട്, യഹ്തമിലു അൻ യുറാദ ബി ഷഹാദത്തി. ഇവിടെ ഷഹാദത്തു തഖവ മിന ഷാഹിദി എന്ന് പറഞ്ഞെടുത്ത് ആ ഷഹാദത്ത് കൊണ്ട് ഉദ്ദേശിക്കാം അഷഹാദത്തു അല സക്കായി, സക്കായിന്റെ മേലുള്ള ഷഹാദത്ത്. അപ്പൊ പല ആദ്യത്തിലാ തഖ്ദീർ മുളാബി, അപ്പൊ ഇവിടെ മുളാബിന് സങ്കല്പിച്ചു കൊടുക്കേണ്ടയില്ല. അപ്പൊ ഷഹാദത്തു തഖവ മിന ഷാഹിദി എന്ന് പറഞ്ഞാൽ ഈ സക്കായിന്റെ മേലുള്ള ഷഹാദത്ത് അതെന്താണ് പിന്നെ അത് ഹാക്കിമിന്റെ അടുക്കൽ സംഭവിക്കുന്നതാണ്, പിന്നെ വീഴ്ത്തപ്പെടുന്നതാണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? പിന്നെ അതത് വേണം എന്നായി. ഇനി അവിടെ വലു ഖീല പറയപ്പെട്ടാല് ബിഫസിലിൻ, അവിടെ മറ്റൊരു നുസ്ഖയിൽ യുഫ്സലു ഫസ്ലി ചെയ്യപ്പെടുമെന്ന് പറയപ്പെട്ടാൽ എന്തിന്റെ ഇടയിൽ? ബൈനമായി ഇതാക്കാനത്തി തസ്കിയത്ത് ഫിർ റാവി, റാവിയിലുള്ള തസ്കിയത്ത് ആയാൽ മുസ്തനദത്തൻ മിനൽ മുസക്കി, മുസക്കിയിൽ നിന്ന് ആശ്രയിക്കപ്പെട്ടതായ ഇലാ ഇജ്തിഹാദി, അവന്റെ ഇജ്തിഹാദിലേക്ക് ഇസ്തിനാദ് ചെയ്യപ്പെട്ട അതായാൽ അതിന്റെ ഇടയിലും അതുപോലെ ഔ ഇലൻ നഖ്ലി അൻ ഗൈരിഹി, അല്ലെങ്കിൽ മറ്റൊരാളിനെ തൊട്ട് നഖ്ലി ചെയ്യുന്നതിലേക്ക് ആശ്രയിക്കപ്പെട്ടതാകുന്നതിന്റെ ഇടയിൽ ഫസ്ലി ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ ലകാന മുത്തജിഹൻ, അതിന് ന്യായമുണ്ട്. കാരണം അന്നഹു ഇൻകാനൽ അവ്വല, ഒന്നാമത്തതായാൽ ആ തഹദീലാക്കല് തസ്കിയത്താക്കല് ഒന്നാമത്തെ രീതിയിലായ, അതായത് മുസക്കിയുടെ ഇജ്തിഹാദിലേക്ക് ഇസ്നാദ് ചെയ്യപ്പെട്ടിട്ടാണ് തസ്കിയത്ത് എങ്കിൽ പല ഇഷ്തറത്തു ബിഹിൽ അതദ് അസ്ലൻ, അവിടെ തീരെ അതത് ചേർത്താക്കപ്പെടുകയില്ല. കാരണം അന്നഹു ആ മുസക്കി ഹീന ഇതിന് ആ സമയത്ത് യക്കൂനി ബി മൻസിലത്തിൽ ഹാക്കിമി, അദ്ദേഹം ഹാക്കിമിന്റെ മൻസിലയിലാകും. അപ്പം പിന്നെ അവിടെ ഒന്നിലധികം ഹാക്കിമിന്റെ ആവശ്യമില്ലല്ലോ, അതത് അപ്പം ചേർത്താക്കപ്പെടുകയില്ല. ഇൻകാന സാനിയ, ഇനി രണ്ടാമത്തതായാൽ, അതായത് മറ്റൊരാളിനെ തൊട്ടുള്ള നഖലിലേക്ക് ഇസ്തിനാദ് ചെയ്യപ്പെട്ടിട്ടാണെങ്കിൽ ഇപ്പോൾ യജ്രി ഫിഹിൽ ഖിലാഫു, അപ്പോൾ അതിൽ ഖിലാഫുണ്ട്. യതബയ്യനു, വ്യക്തമാവുകയും ചെയ്യും. അന്നഹു ഐദൻ, പിന്നെ വീണ്ടും ലാ യുഷ്തറത്തു ഫീഹി, ആ രണ്ടാമത്തെ രൂപത്തിലും ചെറുത്താക്കപ്പെടുകയില്ല, അല്ല അതത് ചെറുത്താക്കപ്പെടുകയില്ല എന്നതാണ് വ്യക്തമാവുകയും ചെയ്യുന്നത്. കാരണം അന്ന അസുലൻ നഖലി, അവിടെ ആ നഖലിന്റെ അസുല്, മറ്റൊരാളെ തൊട്ട് നഖല് ചെയ്യുമ്പോൾ ആ നഖലിന്റെ അസുലുണ്ടാവുമല്ലോ, ആ അസുലിൽ ആ ഇഷ്തറത്തു ഫീഹിൽ അതത്, ആ അതിലെന്തില്ല, അതത് ചെറുത്താക്കപ്പെടുകയില്ല. ഫഖദ, അപ്രകാരം തന്നെ മായ തഫറു അൻഹു, ആസിലിനെ തൊട്ട് തഫറു ആയതായ അതിന്റെ മേൽ തർത്തുബായി വരുന്ന ഒന്നിലും പിന്നെ തസ്കിയത്തിൽ പിന്നെ അതത് ചെറുത്താക്കപ്പെടുകയില്ല എന്ന്. വല്ലാഹു അലം. അവിടെ ഇമാം എഴുതി വലോ ഖീല എന്ന് പറഞ്ഞ കൗലിന്റെ അടുത്ത് പിന്നെ വലോ ഖീല എന്ന് പറഞ്ഞിട്ട് പറയാണ് യുഫസ്സലു ബി തഖ്ഫീഫി അവി തശ്ദീദി, യുഫസ്സലു യുഫ്സലു അങ്ങനെയുണ്ട്. മുറാദുഹു അന്നൽ മുഖാലിഫ ശറത്ത തഅദ്ദുദ, മുഖാലിഫ് എന്ത് ചെയ്തു? തഅദ്ദുദിനെ ഷർത്താക്കി.
സവാഉൻ കാനത്ത് തസ്കിയത്തു മുസ്തനദത്തൻ ഇല ഇജ്തിഹാദിൽ മുസക്കി ഔ ഇല നഖ്ലി അൻ ഗൈരി. ഗവർണർ തൊട്ട് നഖ്ലി ചെയ്യുന്നതിലേക്കോ അല്ലെങ്കിൽ മുസഹിയുടെ ഇജ്തിഹാദിലേക്കോ ഏതിലേക്കോ ആശ്രയിക്കപ്പെട്ടതാണെങ്കിലും സമമാണ്, പിന്നെ തഅദ്ദുദ് ഷർത്താണെന്നാണ് മുഖാലിഫ് പറഞ്ഞത്. മാ അന്നഹു ലാ വജ്ഹ ലിസ്തിറാത്തി തഅദ്ദുദി ഫി സൂറത്തിൽ ഊല. ഒന്നാമത്തെ സൂറത്തിൽ തഅദ്ദുദിന് ഷർത്താക്കുന്നതിന് വജ്ഹില്ലാത്തതോടുകൂടെ. കാരണം ഈ അന്നൽ മുസക്കിയ ഹീന ഇദി ബി മൻസിലത്തിൽ ഹാക്കിമി. ഒന്നാമത്തെ രൂപത്തിൽ മുസക്കിയുടെ ഇജ്തിഹാദിലേക്ക് ഇസ്നാദ് ചെയ്ത് പറയുന്നത് അവിടെ ആ മുസക്കി എന്താണ്, ഹാക്കിമിന്റെ മൻസിലയിലാണ്. അപ്പൊ അവിടെ ഷർത്തിന് തഅദ്ദുദിന്റെ അല്ല തഅദ്ദുദ് ഷർത്തില്ല, ഷർത്താക്കുന്നതിന് വജ്ഹില്ലാത്തതോടുകൂടെ എന്ത് ചെയ്തു, ഈ മുഖാലിഫ് രണ്ടിടത്തും ഇങ്ങനെ ഷർത്തിനെ എന്ത് ചെയ്തു, അതതിനെ ഷർത്താക്കി. അമ്മ ഇസ്റാത്തുഹു ഫി സൂറത്തി സാനിയത്തി. അപ്പൊ രണ്ടാമത്തെ രൂപത്തിൽ പിന്നെ അതിനെ ഷർത്താക്കുക എന്നുള്ളത് പലഹു വജ്ഹുൻ, അതിനൊരു ന്യായമുണ്ട്. കാരണം അതാണ് ഈ മുസന്നിഫ് അലോഖീല ഇഫസുലു എന്ന് പറഞ്ഞിട്ട് ലക്കാന മുത്തജി എന്ന് പറഞ്ഞത്. കാരണം അന്നൻ നഖ്ല അനിൽ ഗൈരി, ഗൈറിനെ തൊട്ട് നഖ്ല് ചെയ്യുമ്പോൾ ഫി മാന ഷഹാദത്തി അലൈഹി, അത് അയാളുടെ മേലുള്ള ഷഹാദത്തിന്റെ മാനയിലാണ്. അപ്പോൾ ലാക്കിന്നഹു ഷഹാദത്തിന്റെ മാനയിലാണ്. ലാക്കിന്നഹു ഒയറു മർദിയിൻ, പക്ഷെ അത് ഒരു മർദിയാണ്. ലിമാ ദക്റഹുൽ മുസന്നിഫ് പറഞ്ഞതിന് വേണ്ടി. മുസന്നിഫ് ഇവിടെ പറഞ്ഞല്ലോ. കാരണം അന്ന അസുലൻ നഖലിലായി ഇഷ്തർത്ത് ഫീഹില്ലതുന്നു, ആ നഖലിന്റെ അസുലിന് അതത് ചേർത്താക്കപ്പെടുകയില്ല. അപ്പൊ അതുകൊണ്ട് ഈ പറയിനും ചേർത്ത് വേണ്ട എന്ന് മുസന്നിഫ് പറഞ്ഞതുകൊണ്ട് ഈ പറഞ്ഞത് മറുവിയല്ല. പിന്നെ വയംബഗി അല്ലാ യുഖ്ബലൽ ജറഹു വതഅദീലു, ജറഹും തഅദീലും സ്വീകരിക്കപ്പെടാതിരിക്കൽ അനിവാര്യമാണ്. ഇല്ലാ മിൻ അദിനിൽ മുതയഖ്ഖലിൻ, നല്ല പിന്നെ ഉറപ്പുള്ള അതിരിൽ നിന്നല്ലാതെ, മടിയനൊന്നും അല്ലാത്ത, കസിലൊന്നും കാണിക്കാത്ത, മുതയഖ്ഖിലായ നല്ല ഉണർച്ചയുള്ള ആളിൽ നിന്ന്, അതിൽ നിന്നല്ലാതെ ജറഹ് തഅദീൽ സ്വീകരിക്കപ്പെടരുത്. അപ്പോ ഫല യുഖ്ബലു സ്വീകരിക്കപ്പെടുകയില്ല. ജറഹു മൻ, ഒരാളുടെ ജറഹ്, അഫുറത്ത അയാളെ, അഫുറത്ത അല്ലെങ്കിൽ ഉഫിരിത്ത ഫിഹി, ആ ഒരാളിൽ എന്ത് ചെയ്തു, ഇഫ്റാത്താക്കപ്പെട്ടു. എന്നിട്ട് ഫജുരിഹ, അയാളെ ജറഹ് ചെയ്യപ്പെട്ടു. ബിമാല യഖ്തദി റദ്ദ ഹദീസുൽ മുഹദ്ദിസി, മറ്റൊരു നുസ്ഖയിൽ റദ്ദൻ ലി ഹദീസുൽ മുഹദ്ദിസി, മുഹദ്ദിസിന്റെ ഹദീസിനെ തള്ളിക്കളയുന്നതിനെ തേടാത്തതായ ഒന്നുകൊണ്ട് ജറഹ് ചെയ്യുകയും ചെയ്തു. അങ്ങനത്തത് ജറഹ് സ്വീകരിക്കപ്പെടുകയില്ല. ഏതുപോലെ കമാല യുഖ്ബലു തസ്കിയത്തു മൻ, ഒരാളെ തസ്കിയത്താക്കിയത് സ്വീകരിക്കപ്പെടാത്തതുപോലെ. എങ്ങനത്തെ ഒരാള് ഉഖിദ ബി മുജറദി ലാഹിരി, അങ്ങനത്തെ തസ്കിയത്തെ ഉഖിദ ബി മുജറദി ലാഹിരി, അയാൾ ലാഹിർ കൊണ്ട് എന്ത് ചെയ്തു, പിന്നെ പിടിച്ചു, ലാഹിർ പിടിച്ചിട്ട് അയാളെ തസ്കിയത്താക്കി, അയാളുടെ തസ്കിയത്ത് സ്വീകരിക്കപ്പെടുകയില്ല. എന്നിട്ട് ബാത്തിലക്ക, ലാഹിർ പിടിച്ച് തസ്കിയത്ത് ചെയ്തിട്ട് ബാത്തിലക്ക തസ്കിയത്ത, മുത്തലക്കൻ എന്ത് ചെയ്തു, അയാള് പിന്നെ തസ്കിയത്താക്കി, എന്നാൽ അത് സ്വീകരിക്കപ്പെടുകയില്ല. അപ്പോ അശ്രദ്ധരാകാത്ത പിന്നെ അതിലായ മുതയഖ്ഖലായ ആളിൽ നിന്നല്ലാതെ ജറഹ് തഅദീലും സ്വീകരിക്കപ്പെടുകയില്ല. കാല ദഹബി, ദഹബി ഇമാം പറഞ്ഞു, വഹുവ, ഈ ദഹബി ഇമാം ആരാണ്, മിൻ അഹ്ലിൽ ഇസ്തിഖ്റാഇ താമ്മി ഫി നഖദിൽ റിജാലി, റാവികളെ നിരൂപിക്കുന്നതിൽ പിന്നെ പൂർണ്ണമായ പരിശോധന നടത്തുന്ന അഹ്ലിൽപ്പെട്ട ആളാണ് ആര്, ഇമാം ദഹബി. ആ ദഹബി ഇമാം പറഞ്ഞു, എന്താ പറഞ്ഞത്, ലം യജ്തമി ഇസ്നാനി മിൻ ഉലമാഇ ഹാദ ശഅനി ഖത്തു, ഈ ഫന്നിന്റെ, ഈ ജറഹ് തഅദീലിന്റെ ഫന്നില് അതിന്റെ ഉലമാക്കളിൽ രണ്ടാളുകൾ ഒരുമിച്ച് കൂടുകയില്ല. ഖത്തു, തീരെ തന്നെ, അലാ തൗസീഖി വഈഫിൻ,
വാഖിയിൽ ലഈഫായ ഒരാളെ പിന്നെ സിഖത്താക്കുന്നതിന്റെ മേല് വലാ അലാ തദ്ഈഫി സിഖത്തിൻ, അതുപോലെ തന്നെ വാഖിയിൽ സിഖത്തായ ഒരാളെ ലഈഫാക്കുന്നതിന്റെ മേലും രണ്ടാളുകൾ എന്താക്കില്ല, ഒരുമിച്ച് കൂടില്ല. അപ്പോൾ അത്രയ്ക്കും അവര് ആ നിരൂപണം നടത്തുന്നതിൽ വളരെ സൂക്ഷ്മത പാലിച്ചുകൊണ്ടാണ് പിന്നെ മുത്തസാഹിലീങ്ങളല്ല എന്നർത്ഥം. നമ്മുടെ ഉർഫി ഇമാമ് എഴുതി, പിന്നെ ദഹബി ഇമാമിന്റെ ഈ ഖൗലിന്റെ മാന പിന്നെ അങ്ങനെ പല വിശദീകരണങ്ങളും വിശദീകരിച്ചിട്ട് പറഞ്ഞു, അന്നഹു പിന്നെ ഹുമില ഹാദൽ കലാമു അലാ മാന അന്നഹു ലം യജ്തമി ഇസ്നാനി മിൻ ഉലമാഇ ഹാദ ശഅനി വലഅല്ല മുറാദഹു ഗാലിബൻ, ഗാലിബിലും അങ്ങനെ രണ്ടുപേര് ഒരുമിച്ച് കൂടുകയില്ല എന്നാണ്. അല തൗസീഖ് ലഈഫിൻ ഐ അല്ലദീ ഹുവ ലഈഫുൻ ഫിൽ വാഖി, വാഖിയിൽ ലഈഫായ ഒരാളെ സിഖത്താക്കുന്നതിന്റെ മേൽ ഗാലിബിലും അങ്ങനെ രണ്ടുപേര് ഒരുമിച്ച് കൂടുകയില്ല. അതുപോലെ വലാ അലാ തദഈഫി മൻ ഹുവ സിഖത്തുൻ ഫിൽ വാഖി, വാഖിയിൽ സിഖത്തായ ഒരാളെ ലഈഫാക്കുന്നതിന്റെ മേൽ പിന്നെ എന്ന് എന്ത് ചെയ്തു അവിടെ ഉർഫി ഇമാം എഴുതി. അപ്പോൾ ഗാലിബിലും അങ്ങനെ ഉണ്ടാകില്ല. അതാ ഈ മുസന്നിഫ് ഉദ്ദേശിച്ചത് അന്ന ഉലമാ ഹാദ ശഅനി മിൻ ഖുവത്തി അദാലത്തിഹിം വശിദ്ദത്തി അഖ്ലിഹിം വതഹരീഹിം വതസബ്ബുതിഹിം ഫിൽ ഹുക്മി അല റുവാത്തി ബിൽ ജർഹി വതഅദീലി ലം യത്തഫിഖ് ഇസ്നാനി മിൻഹും ഫിൽ ഗാലിബി അലാ ഖിലാഫിൽ വാഖിഇ. അതാ ഈ ശഅനിന്റെ ഉലമാക്കൾ അവരുടെ അദാലത്തിന്റെ ഖുവ്വത്തും അവരുടെ യഖ്ലത്തിന്റെ ശിദ്ദത്തും അവരുടെ സൂക്ഷ്മതയും അവരുടെ ഉറപ്പും ഈ ജർഹ് തഅദീൽ കൊണ്ട് റാവിയുടെ റുവാത്തുകളുടെ മേൽ ഹുക്മ ചെയ്യുന്നതിലുള്ള ഇവരുടെ ഈ ശ്രദ്ധ കൊണ്ട് ലം യത്തഫിഖ് ഇസ്നാനി മിൻഹും ഫിൽ ഗാലിബി, ഗാലിബിലും അവരിൽ രണ്ടാളുകൾ എന്താക്കൂല, ഒരുമിച്ച് കൂടൂല്ല. അലാ ഖിലാഫിൽ വാഖിനെതിരായിട്ട് ഒരുമിച്ച് കൂടി അവർ ഹുക്മ ചെയ്യൂല. ഇനി വഖാത്തിൽ മുഖാലഫത്തിൽ വാഖി, ഇനി വാഖിനോട് മുഖാലഫത്തായിട്ടെങ്ങാണോ അങ്ങനെ ഹുക്മ പറഞ്ഞാൽ പിന്നെ ഫഇന്നമാ തഖൗലി വാഹിദിൻ മിൻഹു, അത് അവരിൽ നിന്ന് ഒരാൾക്ക് മാത്രമേ സംഭവിക്കുള്ളൂ. ഫഖത്ത് വയബ്കൽ ആഖറൂന, ബാക്കിയുള്ളവരെല്ലാം അവശേഷിക്കും അൽ മുവാഫഖത്തിൽ വാഖി, വാഖിനോട് യോജിച്ചതിന്റെ മേലായിരിക്കും എന്ന. വഹാദാ ഹുവ മഖ്സൂദുൽ മുസന്നിഫി മിൻ നഖ്ലി കലാമി ദഹബി, ദഹബി ഇമാമിന്റെ കലാമിനെ മുസന്നിഫിയുടെ നഖ്ൽ ചെയ്തുകൊണ്ടതിന്റെ ഉദ്ദേശം ഇപ്പൊ ഈ വായിച്ചതാണ്. യാനി അന്നഹും ലൗകാനു മുത്തസാഹിലീന ഫിൽ ജർഹി വതഅദീലി, ജർഹ് തഅദീൽ അവർ ഈ അശ്രദ്ധരാണെങ്കിൽ മുത്തസാഹിലീങ്ങളാണെങ്കിൽ ആയിരുന്നുവെങ്കിൽ ലത്തഫഖ ഇസ്നാനി മിൻഹും അലാ അഖല്ലി തഖ്ദീരിൻ, ഏറ്റവും ചുരുങ്ങിയത് അവരിൽ നിന്ന് രണ്ടാളുകൾ ഒരുമിച്ച് കൂടുമായിരുന്നു. അലാ തദഈഫി സിഖത്തിൻ ഔ തൗസീഖി ലഈഫിൻ, ഒരു ലഈഫിനെ സിഖത്താക്കാനും അല്ലെങ്കിൽ ഒരു സിഖത്തിനെ ലഈഫാക്കാനും അവർ ഒരുമിച്ച് കൂടുമായിരുന്നു. അപ്പോൾ അവർ മുത്തസാഹിലീങ്ങളല്ല, അവർ അത്രത്തോളം പിന്നെ മുത്തയഖ്ദീങ്ങളാണ് എന്നർത്ഥം. അപ്പോൾ അത് വിശദീകരിക്കാനാണ് പിന്നെ ദഹബി ഇമാമിന്റെ ഖൗലിനെ മുസന്നിഫ് ഇവിടെ കൊണ്ടുവരുന്നത് എന്നാണ് ഉർഫി ഇമാം പറയുന്നത്. പിന്നെ അതുകൊണ്ടാണ് വലിഹാദ ഇന്ദഹ ദഹബി ഇമാമിന്റെ വാക്ക് അവസാനിച്ചു. എന്നിട്ട് വലിഹാദ, ഈ കാരണം കൊണ്ടാണ് കാന മദ്ഹബുൻ നസായി ഇമാമിന്റെ മദ്ഹബായി അല്ലാ യത്റുക ഹദീസർ റജുലി, ഒരു റാവിയുടെ ഹദീസിനെ ഒഴിവാക്കാതെ ഇരിക്കലാണ്. എത്രത്തോളം ഹത്താ ഇജ്തിമാൽ ജമീഉ അലാ തർക്കിഹി, ഈ എല്ലാവരും അയാളുടെ ഹദീസ് ഒഴിവാക്കുന്നതിന്റെ മേൽ ഒരുമിച്ച് കൂടുന്നത് വരെ. അപ്പോഴേ നസായി ഇമാം എന്ത് ചെയ്യുള്ളൂ, ഒഴിവാക്കുമായിരുന്നുള്ളൂ എന്ന്. അതുകൊണ്ട് വൽ യഹ്ദരിൽ മുതക്കല്ലിമു ഫീ ഹാദൽ ഫന്നി, ഈ വിഷയത്തിൽ ജർഹ് തഅദീലിന്റെ വിഷയത്തിൽ സംസാരിക്കുന്ന ആളുകൾ സൂക്ഷിക്കട്ടെ. മിന തസാഹുലി ഫിൽ ജർഹി വതഅദീൽ, ജർഹ് തഅദീലിൽ പിന്നെ സഹുല് കാണിക്കുന്നതിന്, അശ്രദ്ധ കാണിക്കുന്നതിന് തൊട്ട് സൂക്ഷിക്കട്ടെ. കാരണം കാര്യം ഇൻ അദ്ദല ബി ഒരു തസബ്ബുത്തിൻ, പിന്നെ ഉറപ്പില്ലാതെ അല്ലെങ്കിൽ തെളിവില്ലാതെ ഒരാളെ ആദിലാക്കിയാൽ കാനക്കൽ മുസ്ബിത്തി ഹുക്മൻ, അവനൊരു ഹുക്മിനെ സ്ഥിരപ്പെടുത്തിയവനെ പോലെയാകും.
ലൈസ ബിസാബിത്തിൻ, എങ്ങനത്തെ ഹുക്കുമ് ലൈസ ബിസാബിത്തിൻ, ആ സ്ഥിരപ്പെട്ടതല്ലാത്ത ഒരു ഹുക്കുമിനെ സ്ഥിരപ്പെടുത്തിയവനെ പോലെയാകും. അപ്പോൾ യുഖ്ഷ അലൈഹി, അപ്പോൾ അവന്റെ മേൽ പേടിക്കപ്പെടണം. എന്ത് പേടിക്കപ്പെടണം? ഐ യുദ്ഖല ഫി സുംറത്തി മൻ റവാ ഹദീസൻ വഹുവ യദുന്നു അന്നഹു കദിബുൻ, ഒരു ആളുടെ ഒരുത്തരുടെ കൂട്ടത്തിൽ പ്രവേശിക്കപ്പെടുന്നതിന്. എങ്ങനത്തെ ഒരുത്തർ? മൻ സുംറത്തി മൻ റവാ ഹദീസൻ, ഒരു ഹദീസിനെ അവൻ റിവായത്ത് ചെയ്തു, പിന്നെ വഹുവ ഏത് നിലയിൽ? വഹുവ യദുന്നു അന്നഹു കദിബുൻ, ആ ഹദീസ് കദിബാണെന്ന് അവൻ ഭാവിക്കുന്ന നിലയ്ക്ക് ഹദീസിനെ റിവായത്ത് ചെയ്യുന്നു. ആ റിവായത്ത് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഇവൻ പ്രവേശിക്കപ്പെടുന്നതിന് പേടിക്കപ്പെടണം. പിന്നെ ഇനി അപ്പോൾ ഒരാളെ അങ്ങനെ ഉറപ്പില്ലാതെ അതിലാക്കിയാലുള്ള അവസ്ഥയാണ്. ഇൻ ജറഹ, പിന്നെ ബി ഗൈരി തഹറുസിൻ, അതുപോലെ തന്നെ സൂക്ഷ്മത ഇല്ലാതെ ഇഹ്തിയാത്തും ഇഹ്തിറാസും ഇല്ലാതെ ഒരാളെ ജറഹ് നടത്തിക്കഴിഞ്ഞാൽ, അഖദമ അവൻ മുന്നിടുന്നത് അല തഅനി ഫി മുസ്ലിമിൻ, ഒരു മുസ്ലിമിനെ ആക്ഷേപിക്കുന്നതിന്റെ മേലാണ് അവൻ മുന്നിടുന്നത്. എങ്ങനത്തെ മുസ്ലിം? ബരി, അവൻ ഒഴിവായി മിൻ ദാലിക, ഇവൻ ഈ ആക്ഷേപിക്കുന്ന ആക്ഷേപത്തിൽ നിന്ന് അവൻ ഒഴിവാണ്. അങ്ങനത്തെ ഒരു മുസ്ലിമിനെ ആക്ഷേപിക്കുന്നതിലേക്കാണ് അവൻ മുന്നിടുന്നത്. എന്നിട്ട് വസമഹു ബി മൈസമി സൂഇൻ, എന്നിട്ട് അവൻ പിന്നെ മോശമായ ഒരു അടയാളം ആ മുസ്ലിമിന് അവൻ ചേർത്തു, അടയാളം വെച്ചു കൊടുത്തു. എങ്ങനത്തെ മോശമായ അടയാളം? യബ്ഖ അലൈഹി ആറുഹു, ആ അടയാളത്തിന്റെ ഐബ് അവന്റെ മേലെന്നും ബാക്കിയാകും, അബദൻ എപ്പോഴും നിലനിൽക്കും. ഇവൻ ചാർത്തിയ ന്യൂനത, ആ ഐബ് ആ മുസ്ലിമിൽ ഇങ്ങനെ ബാക്കിയാകും. അപ്പോൾ അതിന് ഇവൻ കാരണക്കാരനായിട്ട് മുന്നിട്ട് വരലാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വൽ ആഫത്തു തദ്ഖുലു ഫി ഹാദാ, ഈ പറഞ്ഞ വിഷയത്തിൽ എന്താണ് ആഫത്ത്, അപകടം പിന്നെ ഉണ്ടാകുന്നത് താറത്തൻ ചിലപ്പോൾ മിനൽ ഹവ, ദേഹയിച്ചയിൽ നിന്നും, വൽ വറുദിൽ ഫാസിദി, ഫാസിദായ ഉദ്ദേശങ്ങളും ഒക്കെ വെക്കുമ്പോഴാണ് ഇത് ഈ വിഷയത്തിൽ ഇങ്ങനെ അപകടം വന്നു പെടുന്നത്. എന്നാൽ കലാമുൽ മുത്തഖദ്ദിമീന, മുത്തഖദ്ദിമീങ്ങളുടെ കലാമ് സാലിമും മിൻ ഹാദാ, ഈ ഗാലിബൻ അധികവും ഈ പറഞ്ഞതിൽ നിന്ന് ഇങ്ങനെ ഫാസിദായ വറലും ദേഹേച്ഛയനുസരിച്ചും ഇങ്ങനെ നിരൂപണം നടത്തുക എന്നുള്ളത് മുത്തഖദ്ദിമീങ്ങളുടെ കലാമിൽ ഗാലിബിലും രക്ഷപ്പെട്ടതാണ്. എന്നാൽ പിന്നെ അങ്ങനെ ചിലപ്പോൾ അങ്ങനെയാണ് ഇതിൽ വിഷയത്തിൽ ആപത്ത് വരുന്നത്. വതാറത്തൻ ചിലപ്പോൾ മിനൽ മുഖാലഫത്തി ഫിൽ അഖായിദി, അഖീദയിൽ വിശ്വാസപരമായ വിഷയത്തിൽ എതിരായ മുഖാലഫത്ത് ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന്, അതായത് ഈ റാവി അല്ല റാഫിലിയോ ഖാരിജിയോ ഒക്കെ ആകുമ്പോൾ അപ്പോൾ എന്ത് ചെയ്യും? അയാളെ കുറിച്ച് പറയുമ്പോൾ ആ അഖീദയിലുള്ള മുഖാലഫത്ത് കാരണം ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് പറയും. വഹുവ മൗജൂദുൻ കസീറൻ, ഈ അഖായിദയിലുള്ള മുഖാലഫത്ത് അനുസരിച്ച് ഇങ്ങനെ പറയുക എന്നുള്ളത് ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഖദീമൻ വഹദീസൻ, മുൻകാലത്തും ഇപ്പോഴുമൊക്കെ ബിദ്അത്ത് ഈ അഖീദയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ആളെ കുറിച്ച് പറയുമ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോൾ അമിതമായിട്ട് ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. വലാ യംബഇ, യോജിച്ചതല്ല ഇത്ലാഖുൽ ജറഹി ബിദാലിക, ഇങ്ങനെ അഖീദയിലുള്ള പിന്നെ അഭിപ്രായ വ്യത്യാസം കാരണം കൊണ്ട് ജറഹിനെ അലൽ ഇത്ലാഖ്, അയാളെ കുറിച്ച് ജറഹ് ചെയ്യൽ പാടില്ല. ഫഖദ് ഖദ്ദംന, നമ്മൾ മുമ്പ് പറഞ്ഞു തഹ്ഖീഖൽ ഹാലി, അവസ്ഥയുടെ തഹ്ഖീഖ്, എന്തിനുള്ള അവസ്ഥ? ഫിൽ അമലി ബി റിവായത്തിൽ മുബ്തദിയത്തി, മുബ്തദിയത്തിന്റെ റിവായത്ത് കൊണ്ട് അമൽ ചെയ്യുന്നതിലുള്ള പിന്നെ അവസ്ഥയുടെ തഹ്ഖീഖ് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. ചില സൂറത്തിൽ ജായിസ് ആണെന്നും ചിലതിൽ ജായിസ് അല്ല എന്നും ഉള്ള അവസ്ഥയൊക്കെ മുമ്പ് നമ്മൾ വിശദീകരിച്ചു. അപ്പോൾ ജറഹ് തഅദീൽ നടത്തുമ്പോൾ വളരെ കൂടുതൽ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ ആപത്തുകളൊക്കെ ഉണ്ടാകും എന്നാണ് പറയുന്നത്.